പുതിയൊരു ചോപ്പിംഗ് ബോർഡ് വാങ്ങിച്ചേ കൂട്ടുകാരെ. സ്റ്റീലാണ്, കാണിച്ചു തരാം. കുറച്ച് ദിവസമായി വാങ്ങി വെച്ചിട്ട്, പക്ഷേ ഇന്നാണ് അതിൻ്റെ ഉപയോഗം വന്നത്. എന്താ ഉപയോഗമെന്നല്ലേ? ഇതാ കണ്ടോളൂ, എനിക്ക് കിട്ടിയ മീൻ 4 വലിയ ചൂരയും കുറേ കൊഴിയാളയും. മീൻ കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ചോപ്പിംഗ് ബോർഡാണേ ഇത്. ഞാൻ വീട്ടിനകത്ത് വെച്ച് മീൻ കട്ട് ചെയ്യുന്ന ഒരാളെ അല്ല, പക്ഷേ 2 ദിവസത്തിന് മുന്നേ എൻ്റെ നടു ഉളുക്കി. അപ്പോൾ എനിക്ക് ഇരുന്ന് മീൻ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള മഴ വരുമ്പോഴോ എന്തെങ്കിലും ആവശ്യം ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഈ ചോപ്പിംഗ് ബോർഡ് വാങ്ങിയത്. വയസ്സൊക്കെ ആയില്ലേ പിള്ളേ, ഇനി നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. അപ്പുറത്തെ ചേച്ചിയുടെ പട്ടിക്കിന്ന് വയറ് നിറച്ച് മീൻതലയുണ്ടേ. ഈ വലിയ ചൂരയുടെ തല കളയുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത് തലക്കറി വെച്ചാലും വേറെ ആരും ഇവിടെ ഉപയോഗിക്കില്ല, ഞാൻ മാത്രം തന്നെ കഴിക്കുള്ളൂ. ശരി, പട്ടിയും ഒരു മനുഷ്യനല്ലേ, പട്ടിക്കും കഴിക്കണ്ടേ. അങ്ങനെ മീനെല്ലാം വീട്ടിനകത്ത് വെച്ച് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുകയാണേ. വീട്ടിനകത്ത് വെച്ച് കഴുകുമ്പം വേറൊരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ, ആ സിങ്കിനകത്തുള്ള സ്പേസ് മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. മുറ്റത്ത് കൊണ്ടുവച്ചാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വാസ്റ്റ് സ്പേസ് അങ്ങ് കിടക്കുകയില്ലേ. 4 ചുറ്റും നമ്മുടെ സ്വന്തമല്ലേ. ചൂരമീൻ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്തു. ഇത് കൊഴിയാള മീനാണ്, നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂരമീൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ചൂരമീനും കൊഴിയാള മീനും കറി വയ്ക്കാൻ വേണ്ട അരപ്പ് തിളയ്ക്കുന്നതാണ്. 2 മീനും അരപ്പിലോട്ടിട്ടിട്ടുണ്ട്. 2 മീൻകറിയും റെഡിയായിട്ടുണ്ട്. അതിനെ മേൽ ഞാനിങ്ങനെ അടുക്കി വെക്കുകയാണ്, കാരണം ഇപ്പുറത്തിരിക്കുന്ന അടുപ്പ് എനിക്ക് വീണ്ടും ഉപയോഗം വേണം. കുറച്ച് ചൂര തേങ്ങ അരച്ചങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചേ. എനിക്ക് കിട്ടുന്ന കൂടുതൽ മീൻകറിയും ഞാൻ വറുത്തരച്ച് വെക്കുന്ന കറിയാണ്. ഇതിപ്പോൾ കുറച്ച് തേങ്ങ അരച്ചും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. കറി റെഡി. കുറച്ച് മീൻ പൊരിക്കുകയും കൂടെ ചെയ്യാതെ അങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നേ. ചൂരമീനും കൊഴിയാളമീനും കുറേശ്ശെ എടുത്ത് പൊരിക്കാനിട്ടിട്ടുണ്ട്. അതിൽ ഈ വലിയ കഷ്ണങ്ങളെല്ലാം സൂരജിനാണ്. മീൻ കഷ്ണങ്ങൾ ചെറുതായി പോയാൽ അവൻ എന്നെയും കൂടെ പിടിച്ച് തിന്നും. കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചോറെടുത്ത് കഴിക്കാനിരിക്കട്ടെ. എനിക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ ചോറും തേങ്ങ അരച്ച മീൻ കറിയും പൊരിച്ച മീനും പിന്നെ രാവിലെ കാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടി വാഴയ്ക്ക മെഴുക്ക് പുരട്ടി അതും കൂടെ എടുത്തിരിക്കുന്നത്. വറുത്തരച്ച ചൂരമീൻ കറിയും കൊഴിയാള മീൻ കറിയും ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഏട്ടാ. ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരാമേ. ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ കാത്തൂന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച കൊഞ്ച് തോരൻ കുറച്ച് എനിക്ക് വെച്ച് തന്നതാണ്. ഉച്ചയൂണൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ മരിച്ചവിടെ പോകണമായിരുന്നേ എനിക്ക്. അവിടെ പോയിട്ട് വരുന്ന വഴി ഞാൻ സിറ്റി വഴി വന്നിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പം ഭയങ്കര മഴയായിരുന്നു. അപ്പം ഇനി ഇന്നത്തതിൻ്റെ ബാക്കി കഥ തുടരും.